42-ാം ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭേദഗതി. 42-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഇന്ത്യയുടെ രാഷ്ട്രപതി ഫഖ്രുദ്ദീൻ അലി അഹമ്മദുമാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിലിരിക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടത്തിലാണ് 42-ാം ഭേദഗതി നിലവിൽ വരുന്നത്. 42-ാം ഭേദഗതിക്കായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭരണഘടനാ ഭേദഗതി. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിലുണ്ടായ പ്രധാന മാറ്റങ്ങൾ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി. രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിനു പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി. 42-ാം ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റിൽ പാസ്സായ വർഷം 1976. 42-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1977 ജനുവരി 3. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. 42-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫഖ്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്താണ് 42-ാം ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. 42-ാം ഭേദഗതി ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതിയാണ്. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിലുണ്ടായ പ്രധാന മാറ്റങ്ങൾ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി. രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി. 42-ാം ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റിൽ പാസ്സായ വർഷം 1976. 42-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1977 ജനുവരി 3. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സ്ഥിതിസമത്വം, മതേതരത്വം, അഖണ്ഡത. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സ്ഥിതിസമത്വം, മതേതരത്വം, അഖണ്ഡത. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. 42-ാം ഭേദഗതിയിലൂടെ ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയ അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 31D-യും ആർട്ടിക്കിൾ 32A-യും. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയ അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 31D-യും ആർട്ടിക്കിൾ 32A-യും. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങളാണ് മൗലിക കടമകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം 4A-യും. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണം 10. പിന്നെ ട്രൈബ്യൂണലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 14A-യും. ആർട്ടിക്കിൾ 323A-യും 323B-യുമാണ്. അതായത് ആർട്ടിക്കിൾ 323A പറയുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും പൊതു നിയമനങ്ങളുടെയും ജീവനക്കാരുടെയും സർവീസ് സംബന്ധമായ തർക്കങ്ങളുടെയും പരിഹാരത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണിത്. ആർട്ടിക്കിൾ 323B പറയുന്നു മറ്റ് ആവശ്യങ്ങൾക്കായിട്ടുള്ള ട്രൈബ്യൂണൽ, എക്സാമ്പിൾ നികുതി ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട്. ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമായി ഉയർത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭരണഘടനാ ഭേദഗതി. ഇത് പിന്നീട് 44-ാം ഭേദഗതിയിലൂടെ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭരണഘടനാ ഭേദഗതി. 1976-ലെ 42-ാം ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം 5ആണ്. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം 5ആണ്. 42-ാം ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട 5 വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം, വനം, അളവ് തൂക്ക് സമ്പ്രദായം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റ് കോടതികളിലെ ഭരണ സമ്പ്രദായം. 42-ാം ഭേദഗതിയിലൂടെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളാണ് വിദ്യാഭ്യാസം, വനം, അളവ് തൂക്ക് സമ്പ്രദായം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റ് കോടതിയിലെ ഭരണ സമ്പ്രദായം. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടികയാണ് 7-ാം പട്ടിക. 7-ാം പട്ടിക ലിസ്റ്റുകളെ പറ്റി പറയുന്ന പട്ടികയാണ് 7-ാം പട്ടിക. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർദ്ദേശ തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളുടെ എണ്ണം 3ആണ്. ആർട്ടിക്കിൾ 39A, ആർട്ടിക്കിൾ 43A, ആർട്ടിക്കിൾ 48A. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർദ്ദേശ തത്വങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകളുടെ എണ്ണം 3. ആർട്ടിക്കിൾ 39A, ആർട്ടിക്കിൾ 43A, ആർട്ടിക്കിൾ 48A.
ആർട്ടിക്കിൾ 39A പറയുന്നു തുല്യനീതിയും സൗജന്യ നിയമസഹായം. ആർട്ടിക്കിൾ 39A തുല്യനീതി, സൗജന്യ നിയമസഹായം. ആർട്ടിക്കിൾ 43A പറയുന്നു വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. ആർട്ടിക്കിൾ 43A പറയുന്നു വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. ആർട്ടിക്കിൾ 48 പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും വനങ്ങളും വന്യജീവികളും. ആർട്ടിക്കിൾ 48 പറയുന്നു പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും വനങ്ങളും വന്യജീവികളും. 1971 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ 2001 വരെ ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും സീറ്റുകളുടെ വർധനവ് മരവിപ്പിച്ച ഭരണഘടനാ ഭേദഗതി. 1971 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ 2001 ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും സീറ്റുകളുടെ വർധനവ് മരവിപ്പിച്ച ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് 6 മാസത്തിൽ നിന്നും എത്രയാണ് വർദ്ധിപ്പിച്ചത്? 1 വർഷം വരെ. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് 6 മാസത്തിൽ നിന്നും എത്രയാണ് വർദ്ധിപ്പിച്ചത്? 1 വർഷം വരെ. ഗുരുതരമായ ക്രമസമാധാന സാഹചര്യം നേരിടുന്നതിനായി സംസ്ഥാനങ്ങളിൽ സായുധ സേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തെ അധികാരപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ്. ഗുരുതരമായ ക്രമസമാധാന സാഹചര്യം നേരിടുന്നതിനായി സംസ്ഥാനങ്ങളിൽ സായുധ സേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തെ അധികാരപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ്. റിട്ടിൻ്റെയും ജുഡീഷ്യൽ റിവ്യൂവിൻ്റെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച നിയമങ്ങൾ കോടതികൾക്ക് മൗലികാവകാശങ്ങളുടെ ലംഘനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അസാധുവായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പ്രസ്താവിച്ച ഭരണഘടനാ ഭേദഗതി. മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച നിയമങ്ങൾ കോടതികൾക്ക് മൗലികാവകാശങ്ങളുടെ ലംഘനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അസാധുവായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പ്രസ്താവിച്ച ഭരണഘടനാ ഭേദഗതി. മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി. മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും കോറം ഇല്ലാതാക്കിയ ഭേദഗതി. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും കോറം ഇല്ലാതാക്കിയ ഭേദഗതി. അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപീകരിക്കുന്നതിന് കാരണമായ ഭേദഗതിയാണ് 42ാം ഭേദഗതി. അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപീകരിക്കുന്നതിന് കാരണമായ ഭേദഗതി. അംഗങ്ങളുടെയും കമ്മിറ്റികളുടെയും അവകാശങ്ങളും പ്രത്യേക അവകാശങ്ങളും കാലാകാലങ്ങളിൽ തീരുമാനിക്കാൻ പാർലമെൻറ്റിന് അധികാരം നൽകിയ ഭേദഗതി. അംഗങ്ങളുടെയും കമ്മിറ്റികളുടെയും അവകാശങ്ങളും പ്രത്യേക അവകാശങ്ങളും കാലാകാലങ്ങളിൽ തീരുമാനിക്കാൻ പാർലമെൻറ്റിന് അധികാരം നൽകിയ ഭേദഗതി. അന്വേഷണത്തിന് ശേഷമുള്ള രണ്ടാം ഘട്ടത്തിൽ പ്രാതിനിധ്യം നൽകാനുള്ള ഒരു സിവിൽ ഉദ്യോഗസ്ഥൻ്റെ അവകാശം എടുത്തു കളഞ്ഞുകൊണ്ട് അച്ചടക്ക നടപടികൾക്കുള്ള നടപടിക്രമം ചുരുക്കിയ ഭരണഘടനാ ഭേദഗതി. അന്വേഷണത്തിന് ശേഷമുള്ള രണ്ടാം ഘട്ടത്തിൽ പ്രാതിനിധ്യം നൽകാനുള്ള ഒരു സിവിൽ ഉദ്യോഗസ്ഥൻ്റെ അവകാശം എടുത്തു കളഞ്ഞുകൊണ്ട് അച്ചടക്ക നടപടിക്കുള്ള നടപടിക്രമം ചുരുക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. ഈ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭേദഗതിയാണ്. ആമുഖത്തിൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നും രാജ്യത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്ന് കൂട്ടിച്ചേർത്തു. 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1976. നിലവിൽ വന്ന വർഷം 1977 ജനുവരി 3 പാസ്സാക്കിയത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകളാണ് സ്ഥിതിസമത്വം, മതേതരം, അഖണ്ഡത, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. ഭാഗം 3 ആർട്ടിക്കിൾ 31 ആർട്ടിക്കിൾ 32 കൂട്ടിച്ചേർത്തു. പിന്നെ 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ഭാഗങ്ങളാണ് മൗലിക കടമകളെ പറ്റി പറയുന്ന ഭാഗം 4 ട്രൈബ്യൂണുകളെക്കുറിച്ച് പറയുന്ന ഭാഗം 14 കൂട്ടിച്ചേർത്തു. മാർഗനിർദ്ദേശ തത്വങ്ങളിൽ 3 ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 39A, 43A, 48A. പിന്നെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് 5 വിഷയങ്ങൾ മാറ്റി. വിദ്യാഭ്യാസം, വനം, അളവുതൂക്ക സമ്പ്രദായം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മാറ്റം വരുത്തിയ പട്ടികയാണ് 7ാം പട്ടിക. ലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട പട്ടികയാണ് 7ാം പട്ടിക.